നമ്മൾ പോകുന്നത് കൊല്ലത്തേക്കാണ്. വോട്ടെണ്ണൽ മറ്റന്നാൾ നടത്താനിരിക്കെയാണ് കൊല്ലത്തെ സ്ഥാനാർത്ഥികൾ തങ്ങളുടെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നത്. വളരെ നേരത്തെ ഞങ്ങൾ വിലയിരുത്തിയ കാര്യം തന്നെയാണ്. നല്ല ഭൂരിപക്ഷത്തോടു കൂടി കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ജയിക്കുമെന്ന പ്രത്യാശയാണ്, പ്രതീക്ഷയാണ്. രാഷ്ട്രീയമായ ഘടകങ്ങളൊക്കെ തന്നെ ഇപ്രാവശ്യം UDF അനുകൂലമായിരുന്നു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ 64,000-ഓളം വോട്ട് കഴിഞ്ഞ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത 64,000-ഓളം പേരുടെ കുറവ് ഈ പ്രാവശ്യമുണ്ട് എന്നുള്ളതൊരു ഗൗരവ വിഷയമായി തന്നെയാണ് ഞങ്ങളും കാണുന്നത്. അത് രണ്ടു കൂട്ടരെയും ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായാൽ പോലും വിജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് UDF പൊതുവെ വെച്ച് പുലർത്തുന്നത്. കൊല്ലത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം 3ാമത്തെ ഇലക്ഷനാണ്. ആദ്യത്തെ ഇലക്ഷനിൽ പ്രത്യേകിച്ചും പറഞ്ഞു തോറ്റുപോകുമെന്ന് പറഞ്ഞു, ജയിച്ചു. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും തോറ്റുപോകുമെന്ന് പറഞ്ഞു, എന്നിട്ടും ജയിച്ചു. ഇപ്പോൾ പറയുന്നു ക്ലോസ് എൻകൗണ്ടർ, വളരെ ടൈറ്റാണെന്ന് കേരളം മുഴുക്കെ, ഇന്ത്യ മുഴുക്കെ പറയുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഒരു അനുഭവവും എൻ്റെ ഒരു ആൾക്കാരായിട്ടുള്ള ഒരു മിംഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വളരെ ആവേശകരമായ ഒരു സമീപനമായിരുന്നു ഞാൻ എവിടെ ചെന്നാലും. അപ്പോൾ അത് തീർച്ചയായിട്ടും വോട്ടായിട്ട് മാറി ജയിക്കുമെന്ന് തന്നെയാണ്, നല്ല രീതിയിൽ ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.